ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോർഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ബൈ ജെ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ ഇസ് ഈക്വൽ ടു ടൗ ബൈ ആർ ആണ്. ഓക്കെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. മൈക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചോ, അല്ലെങ്കിൽ പിന്നെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. ടൗ ബൈ ആർ ആണ്. അപ്പൊ ഇതില് ടി എന്ന് പറഞ്ഞാൽ ടോർഷൻ ഇൻ ന്യൂട്ടൺ മീറ്റർ ആണ്, ടോർക്ക് ഇൻ ന്യൂട്ടൺ മീറ്റർ ആണ്. ജെ അവരെന്ന് പറഞ്ഞാൽ പൈ ഡി പവർ 4/32 ആൻഡ് സി എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ ഒരു ഷാഫ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഷാഫ്റ്റിനെ നമുക്ക് ഇങ്ങോട്ട് കറക്കുന്നു, അതേപോലെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കുന്നു. അപ്പൊ ഇതെന്താ, ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്വിസ്റ്റ് പോലെ ഉണ്ടാവുന്നു. ആ ട്വിസ്റ്റിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോർഷൻ, അതായത് ആംഗുലാറിൽ ഇങ്ങനെ കറക്കണം. ഒന്ന് ഓപ്പോസിറ്റ്, നമ്മളിപ്പോ തുണിയൊക്കെ പിഴിയൂലേ, പിഴിയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കുമ്പോഴേ അത് പിഴിഞ്ഞുള്ള വെള്ളം വെളിയിലോട്ട് പോകും. അപ്പൊ അതിനുള്ള ഒരു ആംഗിൾ ഉണ്ടോ, ഒരു ആംഗുലാർ ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതിനാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്, ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണോ അതാണ് ലെങ്ത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ റേഡിയസ് എത്ര വെച്ച്, ടൗ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്. അപ്പൊ ഇവർ എന്താണ് ക്വസ്റ്റ്യൻ, ടൗ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്. അപ്പൊ ഇവർ ടൗ ബൈ ടൗ ഷിയർ സ്ട്രെസ് ടൗ P by J is equal to C theta by L is equal to tau by R. tau by R ഇത്രയാണ് ഇതിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതില് മെയിൻ ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ടി ബൈ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടി ബൈ ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ടി ബൈ ജെ സി തീറ്റ ബൈ എൽ ഈസ് ഈക്വൽ ടു ടൗ ബൈ ആർ. അപ്പൊ എക്സാമിന് ചോദിക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് തരും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടോർക്ക് തരും, ഡയമീറ്റർ തരും. ഡയമീറ്റർ തരാണെങ്കിൽ എങ്ങനെ പൈ ഡി പവർ 4/32 ഇട്ട് കൊടുത്തെങ്കിൽ നമുക്ക് ഇതിന്റെ ഇത് കിട്ടും. പിന്നെ സി എന്ന് പറഞ്ഞാൽ ആംഗുലാർ റിജിഡിറ്റി മോഡുലസ്, തീറ്റയും ലെങ്തും തരും. അപ്പൊ അതിൽ നമുക്ക് അൺനോൺ ഡി ആയിരിക്കും ചിലപ്പോൾ, അത് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതും തരും, ഷിയർ സ്ട്രെസ്, റേഡിയസ് ഓഫ് കർവേച്ചറും, സിയും തീറ്റയും എല്ല്. അതിൽ ഇപ്പൊ 1 2 3 4 5 5 ക്വാണ്ടിറ്റിയിലും ഒരു ക്വാണ്ടിറ്റി തരത്തില്ല, ബാക്കിയുള്ള എല്ലാം ക്വസ്റ്റ്യൻ തരാം. അതേപോലെ ഇതിലും 1 2 3 4 5. അപ്പൊ നമുക്ക് ഏതാണോ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ടി ബൈ ജെ ടൗ ബൈ ആർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്തോടാ സംഭവം? ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്, പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻസ് മാത്രം നീ പഠിച്ചു വെച്ചു. ഇനിയിപ്പം പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യയില് ഒരു മിനിറ്റ് സാറേ, ഒരു സെക്കൻഡ്, ഞാനേ ഹെഡ്സെറ്റ് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഇത് ഡിസ്റ്റർബൻസ്. പെട്ടെന്ന് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ ഇതില് ഹലോ, കേൾക്കാമോ? അപ്പൊ ഇത് ഞാൻ എഴുതിയിട്ടേക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സോളിഡ് ഷാഫ്റ്റിന്റെയാണ്, സോളിഡ് ഷാഫ്റ്റിന്റെ പോളാർ മൊമെന്റ്. ഇത് ഹോളോ ഷാഫ്റ്റിന്റെയാണ്. ഹോളോ ഷാഫ്റ്റ് എങ്ങനെ ഇരിക്കും, ഇതിനെയാണ് ഹോളോ ഷാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിൽ കാണുന്ന സ്മോൾ ഡി, ഇത് സ്മോൾ ഡി, ക്യാപിറ്റൽ ഡി ഇതാണ്. അപ്പൊ ഇതിന്റെ ക്യാപിറ്റൽ ഡി സ്മോൾ ഡി അറിയാമെങ്കിൽ നമുക്ക് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എല്ല് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് ആണ്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. സി എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ്, ടൗ എന്ന് പറഞ്ഞാൽ ഇത്, പിന്നെ ടൗ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ ടോർക്ക് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടി ബൈ ജെയും ടൗ ബൈ ആർ മാത്രം നമ്മൾ എടുക്കുക. കാര്യം ഷിയർ സ്ട്രെസ് ആണ് ക്വസ്റ്റിൽ തന്നേക്കുന്നത്, ഡയമീറ്ററും ക്വസ്റ്റിൽ തന്നില്ല. അപ്പൊ ടി ഈസ് ഈക്വൽ ടു എന്താണ്, ഇതിന് പകരം ഞാൻ ടി ബൈ ജെക്ക് വരും പൈ ഡി ക്യൂ ബൈ 32 പൈ ഡി പവർ 4/32 ഇൻറ്റു ഈസ് ഈക്വൽ ടു ടൗ ബൈ ആറിന് ഡി ബൈ 2 കൊടുക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ടി ഈസ് ഈക്വൽ ടു പൈ ഡി ക്യൂ ബൈ 16 ഇൻറ്റു ടൗ എന്ന് പറഞ്ഞ് കിട്ടും. 16 ഇൻറ്റു ടൗ. അതായത് രണ്ട് ഇക്വേഷനേ ഉള്ളൂ നമുക്ക്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഇതിന്റെ റിലേറ്റഡ് ആയിട്ട്
അതായത് ഞാൻ ആദ്യം എടുക്കാൻ പോണ എടുക്കാൻ പോകുന്ന കേട്ടോണം. മറ്റേ ഈ ടി ബൈ ജെ ഇസിക്കൽ ടു ടൗ ബൈ ആർ ആണ് ഞാൻ എടുക്കുന്നത്. ടി ബൈ ജെ ഇസിക്കൽ ടു ടൗ ബൈ ആർ ആണ്. അപ്പൊ ഇത് നമ്മൾ ഇതിന് വരെ പൈ ഡി ക്യൂ ബൈ 32 കൊടുക്കും, പൈ ഡി പവർ 4/32 കൊടുക്കും, ഇതിന് ആറിന് ടി ബൈ 2 കൊടുക്കും. അപ്പൊ കൊടുക്കുമ്പോൾ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ 3/2 ആണോ? 16 ഇൻറ്റു ടൗ എന്ന് പറഞ്ഞു കിട്ടും. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ. പൈ ഡി ക്യൂ ബൈ 16 ഇൻറ്റു d/2. d/2 ആറിന് d/2 കൊടുക്കും. d/2 കൊടുക്കുമ്പോൾ നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ പൈ ഡി ക്യൂ ബൈ 16 ഇൻറ്റു ടൗ. അപ്പം ഇതിൽ നോക്കുക, അപ്പൊ ആദ്യത്തെ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോർക്ക് കണ്ടുപിടിക്കാനൊക്കെ ചിലപ്പോൾ ടോർക്ക് ക്വസ്റ്റിൽ തരും, ടി ക്വസ്റ്റിൽ തരും, ടൗ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ടൗ തരും, ഡി തരും, ടി കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ടിയും ഡിയും തരും, ടൗ ഉണ്ട്. അപ്പൊ ഇതിൽ മൂന്നെണ്ണം ഏതെങ്കിലും, അതായത് ടി ഉണ്ട്, ഡി ഉണ്ട്, ടൗ ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് അൺനോൺ ആയിരിക്കും. അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ടോർക്കിന് പകരം അവരെന്ത് തരും? ഞാൻ പവർ തരും. ഓക്കെ, ടോർക്കിന് വരെ എന്തിനും പവർ തരും. പവർ കണ്ടുപിടിക്കാനൊക്കെ പി ഇസിക്കൽ ടു 2π/nt ഡിവൈഡഡ് ബൈ 60 എന്ന് പറയും. അപ്പൊ ഈ ഇതിൽ പവർ തരും, കിലോ വാട്ടിൽ വാട്ടിനാക്കണം, n RPM തരും. അപ്പൊ ഇതിൽ നിന്ന് ടോർക്ക് കണ്ടുപിടിച്ച് അതെടുത്ത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബാക്കി കണ്ടുപിടിക്കുക. അങ്ങനെ ആയിരുന്നു രണ്ടാമത്തെ. ഓക്കെ, ക്ലിയർ? എന്താണ് പി ഇസിക്കൽ ടു 2π/nt ബൈ 60. അപ്പൊ ഇതില് പവർ ക്വസ്റ്റിൽ തരും, RPM ക്വസ്റ്റിൽ തരും. അപ്പം അതിൽ നിന്ന് ടി കണ്ടുപിടിക്കുക. അൺനോൺ ടി മാത്രമാണ്. അപ്പൊ ആ ടി എടുത്ത് കണ്ടുപിടിച്ച ശേഷം ആ ആൻസർ എടുത്ത് ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഡി തരുവാണെങ്കിൽ ടൗ കണ്ടുപിടിക്കുക, ടൗ തരുവാണെങ്കിൽ ഡി കണ്ടുപിടിക്കുക. ക്ലിയർ? അതിന്ന് നമുക്ക് ടി കിട്ടുമല്ലേ പവറിന്റെ? പിന്നെ ഉറപ്പായിട്ടും കിട്ടും. കാര്യം പവർ അറിയാം. അപ്പൊ ഈ ഇക്വേഷനിൽ 2/60 എല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടോർക്ക് കിട്ടൂല. അത് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, അത് നമ്മൾ ഈ ടോർക്കിന്റെ ഇക്വേഷൻ പൈ ഡി ക്യൂ ബൈ 16 ഇൻറ്റു ടൗ. അപ്പൊ അവര് ക്വസ്റ്റിൽ തരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ആദ്യം പവർ തരും, n തരും. അപ്പൊ അത് വെച്ച് ടി കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യും? ഡി തരും, അല്ലെങ്കിൽ ടൗ തരും. ഏതെങ്കിലും ഒന്ന് അൺനോൺ ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഡി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ either ടൗ കണ്ടുപിടിക്കുക. ടോർക്ക് ആൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യം, ഈ ഇക്വേഷനിൽ കിട്ടും. ക്ലിയർ? ഇനി അപ്പൊ അതിനുശേഷം അവർ വേറൊരു ഇതുണ്ട്, ടോർക്ക് ഈസ് ഈക്വൽ ടു വേറൊരു ഇക്വേഷൻ ആണ് ഹോളോ ഷാഫ്റ്റ്. അതായത് സോളിഡ് ഷാഫ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഹോളോ ഷാഫ്റ്റ് തരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേ സെയിം ഇതാണ്. സാറേ ഇതിപ്പോ ഏത് ഷാഫ്റ്റ് ആണ്? സോളിഡ് ഷാഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. സോളിഡ് ഷാഫ്റ്റ്. ഹോളോ ഷാഫ്റ്റ് ആകുമ്പോ ഇതാണ് ഹോളോ ഷാഫ്റ്റ്. ഇതാണ് സോളിഡ് ഷാഫ്റ്റ്. വേറെ ഇത് മൊത്തം ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതാണ് സംഭവം. ഓക്കെ, ഹോളോ ആണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പൈപ്പ് പോലെ, ഇങ്ങനെ ഹോള് പോലെ കാണും. ഇതാണ് ഹോളോ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് സ്മോൾ ഡി ഉണ്ട്, ക്യാപിറ്റൽ ഡി ഉണ്ട്. സ്മോൾ ഡി ഇത് വെളിയിൽ കാണുന്ന ക്യാപിറ്റൽ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടി ബൈ ജെ ഇസിക്കൽ ടു ടൗ ബൈ ആർ ആണ് ഇക്വേഷൻ. അപ്പൊ ഈ ജെക്ക് വരെ നമ്മൾ എന്തായാലും പൈ ഡി പവർ 4 ഹോൾ ഡിവൈഡഡ് ബൈ 32 എന്ന് കൊടുക്കും. അപ്പൊ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇതിനെന്താണ് ക്യാപിറ്റൽ ഡി ബൈ 2 എന്ന് പറയുമ്പോൾ ടി ഇസിക്കൽ ടു പൈ ഡിക്ക് ബൈ 16 ഇൻറ്റു ടൗവിന് പകരം പൈ ഡി പവർ 4 മൈനസ് ഡി പവർ 4 ഡിവൈഡഡ് ബൈ d into pi by 16 into tau. ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. നമ്മൾ സെയിം ചെയ്ത കണക്ക് ഇതിന്റെ അകത്ത് ജെ മാത്രമാണ് മാറുന്നത്. ഹോളോ ഷാഫ്റ്റിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലേ? പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് മാറുന്നത്. അപ്പൊ നമുക്ക് അതൊന്നും വേണ്ട, നീ ഈ ഇക്വേഷൻ മാത്രം മതിച്ചായി. ടി ഇസിക്കൽ പൈ ഡി പവർ 4 മൈനസ് ഡി പവർ 4 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി ഇൻറ്റു പൈ ബൈ 16 ഇൻറ്റു ടൗ. അപ്പൊ ഇതിലും അതേപോലെ പവർ തരാം. പി ഇസിക്കൽ ടു എന്താണ് 2π/16 ഇൻറ്റു ഡി പവർ 4 മൈനസ് ടൗ. സാർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടി ഇസിക്കൽ ടു പൈ ബൈ 16 ഇൻറ്റു ക്യാപിറ്റൽ ഡി പവർ 4 മൈനസ് സ്മോൾ ഡി പവർ 4 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി ഇൻറ്റു ടൗ. ടൗ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്. ഓക്കെ. അപ്പൊ ഇതില് ക്വസ്റ്റിൽ എന്താണ് തരുന്നത്? ക്യാപിറ്റൽ ഡി തരും, സ്മോൾ ഡി തരും, പിന്നെ ടൗ തരും. ടി എങ്ങനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ പവറും ടിയും RPM തരാണെങ്കിൽ ടോർക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ഡി സ്മോൾ ഡി ഇൻ ടേംസ് ഓഫ് ടി ആണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ നമ്മൾ ഈ ബാലൻസ് എല്ലാം കൂടെ ഇട്ടാൽ ടി കിട്ടും. ഇനി ടി പവർ തരണമെങ്കിൽ ഈ സെയിം ഇക്വേഷൻ, അതായത് മുകളിൽ ചെയ്ത സെയിം ഇക്വേഷൻ പവറിന്റെ. അതായത് ടോർക്ക്, ടൗ, ക്യാപിറ്റൽ ഡി, സ്മോൾ ഡി, ഇതിൽ ഏതെങ്കിലും ഇത് തരും, അല്ലെങ്കിൽ ഇത് തരും, അല്ലെങ്കിൽ ഇത് രണ്ടും തരും. ഇതിൽ ഏതെങ്കിലും ഒന്ന് തരാൻ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ്. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത സെറ്റപ്പ് എന്ന് വെച്ചാൽ, അപ്പൊ ഇത് ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ എടുത്ത ടോർഷൻ ഇക്വേഷനിൽ ടി ബൈ ജെ സി തീറ്റ ടൗ ബൈ ആർ ആണ് എടുത്തത്. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, സി തീറ്റ ബൈ. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ ഈ ടോർക്കും ഡയമീറ്ററും തരും, അതിനുശേഷം ഈ വാല്യൂ കൂടെ തരും. ഇതെന്ന് പറഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ് ക്വസ്റ്റിൽ തരും. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റിജിഡിറ്റി മോഡുലസ് തരും, തീറ്റ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു തരും. ആംഗിൾ ഓഫ് ട്വിസ്റ്റ്
എന്നും പറഞ്ഞു തരും. അതേപോലെ എല്ല് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് അങ്ങനെ തരാണെങ്കിൽ നമ്മൾ സിയുടെ വാല്യൂ സി എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ് എന്നാണ് പറയുന്നത്. റിജിഡിറ്റി മോഡുലസ് ഇതിന്റെ ഇത് ഞാൻ അയച്ചുതരാം. അല്ല ഞാൻ ഇപ്പൊ അയച്ചുതരാം, പേടിക്കണ്ട. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ ഇതേപോലെ പൈ ഡി ക്യൂ ബൈ 16 ഇൻറ്റു ടൗ. സോൾഡ് ഷാഫ്റ്റ് ആണെങ്കിൽ പൈ ഡി ക്യൂ ബൈ 16 ഇൻറ്റു ടൗ. ഓർ ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, പൈ ഡി പവർ 4 മൈനസ് സ്മോൾ ഡി പവർ 4 ഡിവൈഡഡ് ബൈ 16. അല്ല സോറി, ഇത് 32 ഇതും 32 ഡിവൈഡഡ് ബൈ ഡി എന്നുള്ള ആ ഫോർമുല യൂസ് ചെയ്ത് ഹോളോ ഷാഫ്റ്റിനെ കണ്ടുപിടിച്ച് ബാക്കി നമ്മൾ ഫൈനലൈസ് കണ്ടുപിടിക്കാം. മറ്റേ ഷാഫ്റ്റ് ഏതായിരുന്നു? ഇത് ഹോളോ ഷാഫ്റ്റ് ആദ്യം പറഞ്ഞതായിരുന്നു. സോളിഡ് ഷാഫ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തല്ല. ജെയുടെ ഫോർമുല എന്താണ്? പൈ ഡി ക്യൂ ബൈ 16 ഇൻറ്റു അല്ല പൈ ഡി അല്ല ജെയുടെ ഫോർമുല ഇതാണ്. ജെയുടെ വാല്യൂ എന്താണ്? പൈ ഡി പവർ 4/32 ആണ് ഫോർമുല. മറ്റേത് ടി ബൈ ജെ ഈക്വൽ ടു ടൗ ബൈ ആറിന്റെ ഫോർമുലയാണ് പൈ ഡി ക്യൂ ബൈ 16 ഇൻറ്റു ടൗ. ഓക്കെ, ഈ പൈ ഡി ക്യൂ ബൈ 16 ഇൻറ്റു ടൗ ഏതിന്റെ വാല്യൂ ആണ്? ടി ആണോ ജെ ആണോ? നമ്മൾ ആദ്യം പഠിച്ചില്ലേ, ടി ബൈ ജെ ഈക്വൽ ടു ടൗ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, അതിലെ ടി കണ്ടുപിടിക്കാണ് പൈ ഡി ക്യൂ ബൈ 16 ഇൻറ്റു ടൗ. ഓക്കെ, ഇനി ജെ മാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ പൈ ഡി പവർ 4/32. ഈ ആറ് മാത്രം എടുക്കുകയാണെങ്കിൽ ഡി ബൈ 2. ഇതെല്ലാം ക്യാൻസൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അതേപോലെ ടി ബൈ ജെ ഈക്വൽ ടു സി തീറ്റ ബൈ എൽ എടുത്തും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം വേറൊരു കാര്യമുണ്ട്. അപ്പം അടുത്ത മൂന്നാമത്തെ സ്റ്റേജിൽ പോവാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്വസ്റ്റ്യനില് 2 കാര്യങ്ങളും ചോദിക്കും. അതായത് ആദ്യം ടി ബൈ ജെ ഈക്വൽ ടു നമ്മൾ പഠിച്ചതാണ് ടൗ ബൈ ആർ വെച്ച് ടോർക്ക് കണ്ടുപിടിക്കാൻ പഠിച്ചു. ടി ഈക്വൽ പൈ ഡി ക്യൂ ബൈ 16 ഇൻറ്റു ടൗ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചു അല്ലെ, ആദ്യത്തെ ഇക്വേഷൻ. രണ്ടാമത് എന്താണ്? ടി ബൈ ജെ ഈക്വൽ ടു സി തീറ്റ ബൈ എൽ വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു അല്ലെ, രണ്ടാമത്തെ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു. അപ്പൊ ഇതിൽ അവർ എന്ത് തരും എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വാല്യൂസും തരും. ഏറ്റവും ഇമ്പോർട്ടന്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതായിരിക്കും മാക്സിമം ചോദിക്കുന്നത്. ഇതിലുള്ള എല്ലാ വാല്യൂസും തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക, ഡയമീറ്റർ അല്ലെങ്കിൽ എന്തായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ആദ്യം ഒരു ഡയമീറ്റർ കണ്ടുപിടിക്കും. അതേപോലെ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഡയമീറ്റർ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഡയമീറ്റർ രണ്ടും കൂടെ കമ്പയർ ചെയ്യും. അതിന്റെ മാക്സിമം വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ ഒറിജിനൽ ഡയമീറ്റർ. ക്ലിയർ ആണോ? അതായത് നമ്മൾ 2 ഇക്വേഷൻ ഇതെല്ലാം തരും. അപ്പൊ നമ്മൾ ഇത് ടി ഈക്വൽ ടു ജെയിൻ ചെയ്യണം. ഞാൻ ഒന്ന് എഴുതിക്കോട്ടെ. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യനിലാണെങ്കിൽ ക്വസ്റ്റ്യനില് എല്ലാ വാല്യൂസും തരും അല്ലേ? എല്ലാ വാല്യൂസും തരുകയാണെങ്കിൽ നമ്മൾ ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആറും ചെയ്യണം, ടി ബൈ ജെ ഈക്വൽ ടു സി തീറ്റ ബൈ എല്ലും ചെയ്യണം. ഈ രണ്ടിന്ന് നമുക്കൊരു ഡി കിട്ടും. എന്നിട്ട് അതിന് മാക്സിമം ഡി ഏതാണോ അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതിലെ മാക്സിമം ഡി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു 15 കിട്ടി, ഇതൊരു 25 കിട്ടി. അപ്പൊ 25 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതാണല്ലേ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇതായിരിക്കും മാക്സിമം ചോദിക്കാൻ ചാൻസ് കൂടുതൽ. 90% ചാൻസ് ഇതാണ് ഉള്ളത്. ഓക്കെ, ഇനി ഞാൻ പ്രോബ്ലത്തിലോട്ട് പോകും. സീനാണല്ലേ? ഡ്രൈ കപ്പാണല്ലേ? ഡ്രൈ കപ്പാണ്. കുടിച്ചോണ്ടിരുന്ന കഫ് സിറപ്പ് മാറ്റി കൂടെ പവർ കൂട്ടിയതാണ്. അതിന് ചെറിയ സെഡേഷൻ ഒക്കെ ഉണ്ട്. ഇന്നലെ ഇന്നോട്ട് ഫുൾ ഉറക്കമായിരുന്നു, രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലും എല്ലാം. വെരി ഗുഡ്. കോവിഡ് വിചാരിച്ചാണ് എല്ലാം ഗൈസ്. കുറച്ചുകൂടെ കട്ടയാണല്ലേ? ഫസ്റ്റ് ടൈമിൽ കോവിഡ് വരണം വന്നായിരുന്നു. അപ്പം ഒരു തലവേദന പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇത് നല്ല രീതി. ഇപ്പൊ എന്ത് പനിയാണോ സാറേ? പനിയായിട്ടില്ല, പക്ഷെ ബോഡി ടെമ്പറേച്ചർ ഉണ്ട്, ത്രോട്ട് പെയിൻ ഉണ്ട്, പക്ഷെ നെഞ്ചത്തൊരു ഭാരമാണ് എപ്പോഴും. നമുക്ക് അറിയാൻ പറ്റൂല, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും ചില സമയത്ത്. പിന്നെ എപ്പ കിടന്നാലും ഉറങ്ങും. അത് മറ്റേ ഗുളികയൊക്കെ വാരി കഴിക്കല്ലോ. ഞാൻ അയച്ച ഫയല് മെയിലിൽ വന്നിട്ടില്ല, ഒന്നുകൂടെ അയക്കാം. ഇത് കുറച്ച് മെയില് കൂടുതലാണ്, ഡ്രൈവിൽ കിടപ്പുണ്ട്.
ഡ്രൈവിംഗ് ഡ്രൈവിലോ ഡ്രൈവ് ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിനക്ക് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. മറ്റേ പടം വരയ്ക്കാൻ അറിഞ്ഞെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. 2 ക്വസ്റ്റ്യൻ ആയില്ലേ? പക്ഷെ നീ ഓഫ്ലൈനിൽ കിട്ടുന്ന പുഷ്പം പോലെ തന്നെ പഠിപ്പിച്ചെടുത്തേനെ. കേക്കുന്നില്ലടാ, മ്യൂട്ടാണെന്നോ? മ്യൂട്ടായി മാക്സിമം നോക്കാം സാറേ, എന്ത് ചെയ്യാൻ പറ്റൂ. അല്ല, ഞാൻ പറഞ്ഞത് ഓഫ്ലൈൻ ആയിട്ട് ഞാൻ പുഷ്പം പോലെ പഠിച്ചെടുത്ത് 3 ദിവസം നീ വന്നാൽ മതിയായിരുന്നു, എനിക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയത്. പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. സാറേ എനിക്ക് ഡെറിവേഷൻ എപ്പോഴെങ്കിലും ഒന്ന് അയച്ചു തരുമോ? ഡെറിവേഷൻ ആയിട്ട് ഏതൊക്കെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ടോർഷൻ ഇക്വേഷൻ, ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്ന ടോർഷൻ ഇക്വേഷൻ, ബെൻഡിങ് ഇക്വേഷൻ. ഇതില് ഇത് വന്നല്ലേ, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതിനകത്ത് ഉണ്ടോ ഇതല്ലേ സാർ ഇപ്പൊ എനിക്ക് അയച്ചു തന്നത്? അതില് ഒരു 15 ക്വസ്റ്റ്യനുള്ള ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ അവസാനത്തെ ഒരു 5 പഠിച്ചാൽ തന്നെ മാർക്ക് ഉറപ്പായിട്ട്. അവസാനത്തെ ആദ്യം പറഞ്ഞതാണ് നല്ലത്. നോക്കട്ടെ, തിരിച്ചു ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഷാഫ്റ്റ് വരുന്ന മോഡ്യൂൾ 2-ലാണല്ലേ സാറേ? മോഡ്യൂൾ 2-ൽ അവസാനമായിട്ട് വരും. അതിന്റെ ചോയ്സ് ആയിട്ട് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ്. ഈ മോർ സർക്കിൾ ഒക്കെ എങ്ങനെ പഠിക്കും? മോർ സർക്കിള് നീ ഒരു അരമണിക്കൂർ വന്നാൽ ഞാൻ പഠിപ്പിച്ചത്. അരമണിക്കൂർ നീ ഒന്ന് മിണ്ടായിരുന്ന സെറ്റ് ആക്കി തരാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇപ്പം പഠിപ്പിച്ചേ ഉള്ളൂ 2 പേര്. അമ്മമാർക്ക് ഇപ്പൊ അറിയാം വരയ്ക്കാനായിട്ട്. അരമണിക്കൂർ നീ മിണ്ടാതെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. സാറേ എനിക്ക് എല്ലാ ഡെറിവേഷനും കൂടെ ഒന്ന് PDF ഉണ്ടെങ്കിൽ ഒന്ന് നീ നാളത്തെ ക്ലാസ് വെക്കുമ്പോഴേ നീ ഒരു കാര്യം ചെയ്യുക, മറ്റേ കോമ്പസും പ്രൊട്രാക്ടറും പെൻസിലും സ്കെയിലും റബ്ബറും എല്ലാം റെഡി ആയിട്ടിരിക്കുക. ഓക്കെ? അല്ല, നമുക്ക് ഇതിലെല്ലാം പോയാൽ പോരെ, എന്നിട്ട് അതിന്റെ ടൈം എത്തുമ്പോ. അതല്ല, ഞാൻ എല്ലാം റെഡി ആയിരുന്ന നമുക്ക് അത് തന്നെ വരപ്പിക്കാൻ ഞാൻ പറഞ്ഞത്. നമുക്കിപ്പം പാർട്ട് A സെറ്റ് ആവുമല്ലേ ഇതൂടെ ആകുമ്പോ? പാർട്ട് A സെറ്റ് ഒന്നും ആവൂല, ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഇപ്പൊ ഇതില് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും, പേടിക്കണ്ട. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നില്ലേ, അതൊരു ക്വസ്റ്റ്യൻ കിട്ടും, പേടിക്കണ്ട. ഓക്കെ, ടോർഷൻ ഓഫ് ഷാഫ്റ്റ്, ഇതാണ് നമ്മളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ഇതിലൊരു ഡെറിവേഷൻ ആണ് ഉള്ളത്. പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ 4.6. അല്ല, ഫയൽ 39. 39 PDF. അപ്പൊ നോക്കിയാണോ, ഇതിൽ നോക്കിയേ, ഞാൻ ഇതില് ക്വസ്റ്റ്യൻസിൽ ഫോർമുല എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ട് 44.7 കണ്ടായിരുന്നോ? ഇതായിരിക്കും ഫോർമുല. അപ്പൊ അതിൽ ഞാൻ ഇപ്പം പഠിപ്പിച്ച TCയിൽ πd/16 × τ ഉണ്ട്. സോളിഡ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ കിടക്കുന്നുണ്ടാ. അതിനുശേഷം അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് താഴെ എഴുതിയിട്ടുണ്ട്. അതായത് ഹോളോ ഷാഫ്റ്റ് എന്നുണ്ട്, D/4 അതുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞ കൺസിഡറിങ് സോൾഡ് ഷാഫ്റ്റ് ട്വിസ്റ്റ് ആണെങ്കിൽ D/JC C ബൈൽ എന്ന് പറഞ്ഞ ഫോർമുല ഉണ്ട്. ജെയുടെ വാല്യൂ πd/4/32 ഉണ്ട്, താഴെ എഴുതിയിട്ടുണ്ട്. ഓക്കെ? അടുത്തത് അപ്പൊ പവറിന്റെ ഫോർമുല എന്താണ്? 2πD/6. ഇതാ ഇപ്പുറത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടപ്പുണ്ടോ, 2πD/6. ഓക്കെ? അടുത്തത് T/JC C ബൈൽ. അടുത്ത പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതിന് പെർസെന്റേജ് ഓഫ് വെയിറ്റ് സേവിങ്, വെയിറ്റ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. അതിന്റെ പെർസെന്റേജ് സേവിങ് ഓഫ് മെറ്റീരിയലും ഉണ്ട്, അതും പഠിക്കാം. അത് ഏരിയ ഓഫ് സോൾഡ് ഷാഫ്റ്റ്, ഏരിയ ഓഫ് ഹോളോ ഷാഫ്റ്റ്, ഏരിയ ഓഫ് സോൾഡ് ഷാഫ്റ്റ്. ഇത് പഠിച്ചിട്ട് ഇതിലോട്ട് വരാം. അപ്പൊ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർക്കുലർ ഷാഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണോ? അതെ തന്നെ. സർക്കുലർ ഷാഫ്റ്റ് 80 mm ഡയമീറ്റർ, required to transmit torque, find the torque. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? ഫൈൻഡ് ദ ടോർക്ക് ആണ് കണ്ടുപിടിക്കുക. TCയിൽ എന്തിനാണ് πd/16 × τ ആണ് ഫോർമുല. അപ്പൊ അതിൽ ഏതൊക്കെ തന്നിട്ടുണ്ട്? ഷാഫ്റ്റിന്റെ ഡയമീറ്ററും ടൗവും തന്നിട്ടുണ്ട്. ഡയമീറ്റർ എന്തിനാ തന്നെ? πd/16 × τ D കണ്ടുപിടിക്കുക. അപ്പൊ നമ്മുടെ ഫോർമുല എന്താണ്? T/JC TCയിൽ πd/16 × τ ഇതാ നടക്കണം. TCയിൽ πd/16 × τ അറിയാം, D അറിയാം, ടോർക്ക് കണ്ടുപിടിച്ചൂടെ? കണ്ട ഈ ക്വസ്റ്റ്യൻ കണ്ട, ടോർക്ക് ഈസിക്കൽ πd/16 ടൗൺ D ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ആൻസർ ആയി. ഞാൻ നോക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതാ നടക്കണം.
A solid shaft is transmit 25 kilonewton if the shearing stress is അപ്പൊ not സോളിഡ് exceeding. ഷാഫ്റ്റ് അവർക്ക് 25 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ കിലോ ന്യൂട്ടനെ ന്യൂട്ടൺ മീറ്റർ ആക്കുക, ഇനി 10 ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. ഷിയറിംഗ് സ്ട്രെസ് 60, ടൗവും തന്നിട്ടുണ്ട്, ടോർക്കും തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് കണ്ടുപിടിക്കാനുള്ള? ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. അപ്പൊ ടി ബൈ ഡി 16 ടൗല് ടിയും ടൗവും തന്നിട്ടുണ്ട്. അപ്പൊ ഡയമീറ്റർ കണ്ടുപിടിച്ചൂടെ? എളുപ്പമല്ലേ? ഇതൊക്കെ എത്ര മാർക്കിനാ സാറേ ചോദിക്കുന്നത്? ഇതൊക്കെ 10, 16, 14 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു വേർഡും കൂടെ തരും. ഇപ്പൊ ടൗവിന് പകരം സി തീറ്റ ബൈലും കൂടെ തരും. അപ്പൊ രണ്ടും കൂടെ കണ്ടുപിടിച്ച് ഇതിൽ ലാർജസ്റ്റ് ഡയമീറ്റർ ഏതോ അത് കാൽക്കുലേറ്റ്. അതാണ് കണ്ടുപിടിക്കാനുള്ളത് നിങ്ങൾ എക്സാമിന്. അപ്പൊ അതാദ്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതവിടെ നിൽക്കട്ടെ. നിനക്ക് ചെറിയ മോളായിട്ട് 10ാമത്തെ എന്നിട്ട് നമുക്ക് തിരിച്ച് ഇതിലോട്ട് വരാം. അപ്പൊ നിനക്ക് ഇത് പഠിക്കേണ്ടി വരൂല. ഓക്കെ, സാറ് പറഞ്ഞ മെയിൻ ഒരു 15 എത്ര പ്രോബ്ലം എന്ന് പറഞ്ഞ അതായിരിക്കും. ഇതിലിപ്പം ടോർക്ക് ഒരു ടോർക്ക് കിട്ടി, രണ്ട് ടോർക്ക് കിട്ടി. ഓക്കെ, ടോർക്കും ചോദിക്കും. അതായത് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയതാ ഇതില് കണ്ട, ഞാനിപ്പോ ഡിസ്പ്ലേ ചെയ്തിങ്ങനെ കണ്ട 10ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ മാക്സിമം ടോർക്ക് ദാറ്റ് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് ടു ഷാഫ്റ്റ് 120 mm ഡയമീറ്റർ. അപ്പൊ ഡയമീറ്റർ ഡയഫിനൽ ഡി തന്നിട്ടുണ്ട്, അലോവബിൾ 3 ഡിഗ്രി, ലെങ്ത് 1.5 മീറ്റർ, സി തന്നിട്ടുണ്ട്. അപ്പൊ ടി ബൈ ജെ സികൾ സീറ്റിന്റെ ബൈലികൾ ടൗ ബൈ ആർ എല്ലാ ഫോമുലകളും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ടി ബൈ ജെ സികൾ ടൗ ബൈ ആർ വെച്ചിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കണം? സി അറിയാം, റിജിഡിറ്റി മോഡുലസ് തന്നിട്ടുണ്ട്. തീറ്റ അറിയാം, തീറ്റ നമ്മൾ 3 ഡിഗ്രി തന്നിട്ടുണ്ട്. അതിനെ 5/180 വെച്ച് അതിനെ റേഡിയൻ ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ആ വാല്യൂ ആണ് അവിടെ കൊണ്ടിടാനുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഡിഗ്രിയെ റേഡിയൻ ആക്കണമല്ലേ? ഡിഗ്രി 5/180 കൊണ്ട് റേഡിയൻ ആക്കാം. അപ്പൊ തീറ്റ കിട്ടും. സി അറിയാം, റിജിഡിറ്റി മോഡുലസ്, ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് അറിയാം, ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് അറിയാം. അപ്പൊ നമുക്ക് ടി ബൈ ജെ സികൾ സി തീറ്റ ബൈ എന്നുള്ള ഫോമുലയിൽ ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് കിട്ടും. ബാക്കി എല്ലാം അൺനോൺ ആണ്. അതിൽ നിന്ന് എന്ത് കിട്ടും? ടോർക്ക്. ഇതാ ഇവിടെ കിട്ടും. ഇതാ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ട, അതിൽ അൺനോൺ ടോർക്ക് മാത്രമാണ്. അപ്പൊ ടോർക്ക് കിട്ടി, ആൻസർ ആയി. ഓക്കെ, അല്ല അതല്ല, അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മാക്സിമം. ഓക്കെ, അപ്പൊ എനിവേ അത് കിട്ടിയാ മനസ്സിലായല്ലേ? ടോർക്ക് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. സോൾഡ് ഷാഫ്റ്റ് എല്ലാം തന്നിട്ടുണ്ട്. അതിൽ എന്തിനാണ് കണ്ടുപിടി? തീറ്റയാണ് അൺനോൺ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ടി ബൈ ജെസിൽ തീറ്റ ബൈയിൽ തീറ്റ മാത്രം അൺനോൺ, ബാക്കി എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ അവസാനം ആൻസർ കിട്ടി, തീറ്റ കിട്ടിയാണ് 3.7 എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഹോളോ ഷാഫ്റ്റ് ചോദിക്കുകയാണെങ്കിലോ? ഹോളോ ഷാഫ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ജെ മാത്രം മാറും, വേറെ ഒന്നും മാറൂല. ബാക്കി അവസാന ആൻസർ ഒക്കെ സെയിം തന്നെയാണ്. ലെങ്ത് ആണ് ചോദിച്ചത്. ഓക്കെ, സോൾഡും. അടുത്തത് മാക്സിമം ടോർക്ക്. ഇനി ഇതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകും. 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഫൈൻഡ് ദ മാക്സിമം ടോർക്ക് ദാറ്റ് ആൻഡ് ഞാൻ പറഞ്ഞ 2 രീതിയിൽ ചെയ്യണതാണ്. എന്ന് പറഞ്ഞാൽ 120 പെർമിസിബിൾ ഷിയർ സ്ട്രെസ്, അലോവബിൾ ഷിയർ സ്ട്രെസ് ആർ 200 ന്യൂട്ടൺ. പെർമിസിബിൾ ഷിയർ സ്ട്രെസ്, അലോവബിൾ ഷിയർ എല്ലാം തന്നിട്ടുണ്ട്. ടി ബൈ ജെ സി ടേബിൾ ടൗ തന്നെ തന്നിട്ടുണ്ട്, ടൗ തന്നിട്ടുണ്ട്, സി തീറ്റ തന്നിട്ടുണ്ട്, സി അറിയും, തീറ്റ തന്നിട്ട് എല്ലാം തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? മാക്സിമം ടോർക്ക് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ ടോർക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കണം. ഫസ്റ്റ് കേസ് എന്താണ്? 5d/16 ടൗ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ കേസ് വേണ്ട, 5d/16 ടൗ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒരു ടോർക്ക് കിട്ടി. രണ്ടാമത്തെ ടി ബൈ ജെ സി തീറ്റ ബൈൽ വെച്ചിട്ട് ടോർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ 19.8 ശ്രദ്ധിക്കുന്നുണ്ടോ? ആദ്യത്തെ ഇക്വേഷൻ കണ്ട, ടോർക്കിന് 5d/16 ടൗ വെച്ചൊരു ഇക്വേഷൻ കിട്ടി. അതിൽ ടോർക്ക് കിട്ടിയ ടൗൺ ഡിയും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സിമിലർലി ടി ബൈ അല്ല, ഇപ്പോഴത്തെ ലെഫ്റ്റ് 4.22 തന്നെ നോക്കുന്നത്. 4.22 തന്നെ. ആറല്ല, ടൗ ഷിയർ സ്ട്രെസ് ടൗ ആണത്. അല്ല, ടൗ ഉണ്ടോ? ഓക്കെ, അടുത്ത ടോർക്ക് കണ്ടുപിടിച്ചു. അടുത്ത രണ്ടായി ടി ബൈ ജെസിൽ സീറ്റിന്റെ ബൈ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഡയമീറ്റർ ടോർക്ക് കണ്ടുപിടിച്ചു. അപ്പൊ ടോർക്ക് സെക്കൻഡ് കേസ് വരുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് വരുമ്പോഴാണോ? ആംഗിൾ ഓഫ് ട്വിസ്റ്റ് വെച്ച് ചെയ്യണം നമ്മള്. ഓക്കെ, അല്ല, ഈ ഞാൻ പറയട്ടെ, ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് മാത്രം കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ ടോർക്കിലും സി തീറ്റ ബൈ എൽ എന്നുള്ള ആ ഫോമുല വെച്ചിട്ട് ടോർക്ക് കണ്ടുപിടിക്കുക. പിന്നെ ഇത് രണ്ടും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നത് വേറെയാണോ? അതാ അല്ല, ഇത് തന്നെ ടി ബൈ ജെസികൾ ടൗ ബൈ ആർ. ഒന്നെങ്കിൽ ടോ ബൈ ആർ ഒരു പ്രോബ്ലം, പിന്നെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് വരെയാണെങ്കിൽ സി തീറ്റ ബൈ എൽ. അത് തന്നെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ടി ബൈ ജെ ഈക്വൽ ടു ടൗ ബൈ ആർ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യും, അതിൽ നിന്ന് ടി കിട്ടും. രണ്ടാമത്തെ ടി ബൈ ജെ ഈക്വൽ ടു സി തീറ്റ ബൈ എൽ വെച്ചിട്ട് ഒരു ടി കിട്ടും. ഓക്കെ, ഈ 2 ടി ആണ് കിട്ടുന്നത്.
അപ്പൊ ഇതില് രണ്ട് ടീയില് മാക്സിമം ടീ ഏതെന്ന് നോക്കുക, അതാണ് നമ്മൾ മാക്സിമം ടോർക്ക്. അല്ലെങ്കിൽ രണ്ടെന്നും ഡി കിട്ടും. രണ്ടിന്ന് ഡിയും കിട്ടാം. അപ്പൊ അത് അടുത്ത പ്രോബ്ലം ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ കണ്ട ഇവിടെ ഒരു ടോർക്ക് കിട്ടി, ഇവിടെ ഒരു ടോർക്ക് കിട്ടി. അപ്പൊ അതിൽ മാക്സിമം ഇത് 19.8 × 10⁻⁶, 67.8. അപ്പൊ 67 ആണ് മാക്സിമം ടോർക്ക്. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അല്ല സോറി, 67.8 × 10⁻⁶. 19.8 × 10⁻⁶. അപ്പൊ ഈ ഫൈൻഡ് ദ മാക്സിമം ടോർക്ക്. മാക്സിമം എത്രയാണ്? 19.8 × 10⁻⁶ ആണ്. സ്മോളർ ഓഫ് 2 വാല്യൂസ്. അപ്പൊ ടോർക്ക് മിനിമത്തിൽ ഫൈൻഡ് ദ മാക്സിമം ടോർക്ക് ദാറ്റ് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് ടു ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മോളർ ഓഫ് 2 വാല്യൂ, ഡയമീറ്റർ ആണെങ്കിൽ ഗ്രേറ്റർ ഓഫ് 2 വാല്യൂസ്. ഓക്കെ, നമുക്ക് കിട്ടിയാൽ മിനിമം ടോർക്ക് എടുക്കുക, മാക്സിമം ഡയമീറ്റർ എടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, സോളിഡ് ഷാഫ്റ്റ് ട്രാൻസ്ഫർ 70 kW 175 RPM. അതെന്താണ് തന്നിരിക്കുന്നത്? പവറും എന്നും തന്നിരിക്കുന്ന ടോർക്ക് കണ്ടുപിടിക്കാൻ. കണ്ട 2.60 വെച്ച് ടോർക്ക് കണ്ടുപിടിച്ച്. ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഫസ്റ്റ് കേസിൽ എന്താണ്? T/16 × τ ഡി കണ്ടുപിടിച്ച്. കണ്ട 72.9 കിട്ടിയതണ്ട? കണ്ട? രണ്ടാമത്തെ കേസിൽ C⁻L T/J C⁻L വെച്ചിട്ട് ഡയമീറ്റർ കിട്ടിയണ്ട 69.1. അപ്പൊ ഇതിൽ ഗ്രേറ്റർ ഓഫ് 2 വാല്യൂസ് ഏതാണ്? 72 ആണ് കിട്ടിയത്. അതാണ് ആൻസർ. ഇത് ഉറപ്പായിട്ട് ചോദിക്കും, ഇത് പഠിച്ചിട്ടേ പോകും. ഓക്കെ, ഒന്നില് ടോർക്ക് അല്ലെങ്കിൽ ഇത് രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 14ാമത്തെ ക്വസ്റ്റ്യൻ കണ്ട, ഇതിൽ ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡയമീറ്റർ രണ്ടെണ്ണം കിട്ടൂല, അതിൽ ഗ്രേറ്റർ ഓഫ് 2 വാല്യൂസ് എടുത്താൽ. ഓക്കെ, അപ്പൊ ഐഡിയ കിട്ടിയല്ലേ ഇതിന്റെ? അതേപോലെ അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. അത് കുത്തിയിരുന്ന് ചെയ്തിട്ടേ പോകും. എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ്, ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്നത്. ഞാൻ എല്ലാ എത്ര പ്രോബ്ലം ചെയ്തിട്ട് 16 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 13 തൊട്ട് 16 വരെ ഉറപ്പായിട്ട് ചെയ്തിട്ടേ പോകും. 13 തൊട്ട് 16 വരെ വരും. ഓക്കെ, 16 വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇല്ല. 16 അത് കഴിഞ്ഞ് പിന്നെ വേറെ പ്രോബ്ലം ഉണ്ട്, റീപ്ലേസിങ് ഷാഫ്റ്റ് പ്രോബ്ലംസ് ആണ്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഉറപ്പായിട്ട് കിട്ടും. 16, 17 കൂടുതൽ ചെയ്യാൻ അത്രയും നല്ലത്. ചിലപ്പോൾ അത് ചോദിച്ചെങ്കിലും നമുക്ക് ചെയ്യാം. 17 പ്രോബ്ലമേ ഉള്ളൂ മൊത്തത്തിൽ. അതെത്ര? ഒരു പ്രോബ്ലം കൂടെ, റീപ്ലേസിങ് ഷാഫ്റ്റ് പ്രോബ്ലം. അതും കൂടെ ആകുമ്പോൾ തീരും മൊത്തത്തിൽ. ഈ 17 അത് മറ്റേ അവസാനം പറഞ്ഞില്ലേ, മറ്റേ ഷാഫ്റ്റ് പെർസെന്റേജ് ഓഫ് സേവിങ് വെയിറ്റ്. സോളിഡ് ഷാഫ്റ്റ് ഉപയോഗിച്ചാലാണ്, ഹോളോ ഷാഫ്റ്റ് ഉപയോഗിച്ചാലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് ഇത്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ബാക്കിയെല്ലാം സെയിം ആണ്. അത് ഞാൻ ഇക്വേഷൻ ആയിട്ട് പറഞ്ഞു തന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഇക്വേഷൻ ഉണ്ടല്ലോ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ ρgh ആണ് ഇക്വേഷൻ. 5/4d² L കൊടുത്ത് വോളിയം കിട്ടും, അതിന്റെ ഡെൻസിറ്റി കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഷാഫ്റ്റിന്റെ ഇത് കിട്ടും. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണോ? ഈ പാർട്ട് ക്ലിയർ ആണോ? അപ്പൊ ഇതൊന്നും തെറ്റിയില്ല. ഹോളോ ഷാഫ്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യും? ഡയമീറ്റർ ഷാഫ്റ്റിന് പകരം മറ്റേ ഇതിൽ ഇട്ട് കൊടുക്കും. പിന്നെ വേറൊരു കാര്യം പറയുന്ന പറഞ്ഞാൽ, നമുക്ക് അതിന് ബോർഡിലോട്ട് ഇതിൽ വേറെ ഒരു ട്വിസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് നമുക്ക് അറിയാം T/J = C⁻L = τ/R ആണ് നമ്മുടെ ടോർഷൻ ഇക്വേഷൻ. അപ്പൊ ഇതിൽ ഈ ടീയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഞാൻ നേരത്തെ പവർ 2π×T/60 എന്ന് പറഞ്ഞൊരു ഫോമുല പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ ഇതിൽ കിട്ടുന്ന ടി എന്ന് പറഞ്ഞാൽ ടി മീൻ ആണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻ തരും മാക്സിമം ടോർക്ക് മാക്സിമം ടോർക്ക് എന്ന് പറയുകയാണെങ്കിൽ 1.6 ടൈംസ് ടി മീൻ എന്നോ അങ്ങനെയൊക്കെ തരും. മാക്സിമം ക്വസ്റ്റ്യൻ തരും T/6 ടൈംസ് ടി മീൻ എന്ന് പറയും. അപ്പൊ നമുക്ക് ടി മീൻ ഇവിടെ കിട്ടുന്ന ഈ ടി മീൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ കൊടുത്തു 1.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ടി മാക്സ് എടുത്ത് ഇവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും. ഇതാണ് ടി മാക്സ്. എന്നിട്ട് നമ്മൾ ചെയ്താൽ മതി. അത് അങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ട്, അതൊന്നും ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, ഞാൻ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചുതരാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് സാറേ? മാക്സിമം ടോർക്ക് ബോർഡ് ഒന്ന് മാക്സിമം ടോർക്കിന്റെ ഇക്വേഷൻ 2π/60 അല്ലേ? ആ ടി മീൻ = 1. ക്വസ്റ്റ്യൻ എന്താണ് തന്നെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ അത്രേ ഉള്ളൂ. ആ ടി മാക്സ് കിട്ടുന്ന ആൻസർ ആണ് ടി മാക്സിൽ കൊണ്ട് കൊടുത്താൽ. എല്ലാം മൊത്തം ഇക്വേഷന്റെ കളിയാണത്. പിന്നെ ചോദിക്കുന്ന ഡയമീറ്റർ, ഹോളോ ഷാഫ്റ്റിൽ ചോദിക്കുന്ന ഡയമീറ്റർ, ലാർജ് ഡയമീറ്റർ. അതാ ഈ ക്വസ്റ്റ്യൻ നോക്കി. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ്.
ഹോളോ ഷാഫ്റ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് 200 കിലോവാട്ട് 80 RPM. അപ്പൊ എന്താണ് 200 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പവർ ആണ്, RPM എന്ന് പറഞ്ഞാൽ N ആണ്. അപ്പൊ 2.90/60 ഇട്ടുപിടിക്കുക. അപ്പൊ 2.90/60 വെച്ചിട്ട് നമ്മൾ T കിട്ടും. ഈ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് T മീൻ ആണ്. ഓക്കെ, T മീൻ ആണ്. കാര്യം എന്തുകൊണ്ടാണ് ക്വസ്റ്റിൽ അവസാനം പറഞ്ഞത് ഫൈൻഡ് ദ എക്സ്റ്റേണൽ ആൻഡ് ഡയമീറ്റർ അസ്യൂമിങ് മാക്സിമം ടോർക്ക് ഈസ് 1.6 times T മീൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന 2.90/60 ടോർക്കിനെ T മീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം T മാക്സ് കിട്ടും. ആ T മാക്സ് ആണ് നമ്മൾ ഫർദർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ T മാക്സ് 1.6 T മീൻ ചെയ്ത് T മാക്സ് കിട്ടും. ഇനി T മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഴയ ഇക്വേഷൻ 5D/16 × D⁴ - D⁴ T എന്ന് പറഞ്ഞത് കണ്ട. ഓക്കെ, അപ്പൊ ഇതിൽ ഡയമീറ്ററിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞെങ്കിൽ എന്താണ്, ഇത് ഡയമീറ്റർ ഇന്റേണൽ ഡയമീറ്റർ 0.5 times എക്സ്റ്റേണൽ ഡയമീറ്റർ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുക ക്യാപിറ്റൽ, ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ T max = 5/60 ക്യാപിറ്റൽ D ഫോർ സ്മോൾ d ഫോർ D. ഇതിൽ നമ്മൾ എന്തിനും സ്മോൾ d എവിടെ ഇരിക്കണോ അവിടെ 0.5 ക്യാപിറ്റൽ D എന്ന് പറഞ്ഞു കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും, ഇതേപോലെ കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടായിരുന്ന T max = 5/60 ക്യാപിറ്റൽ D ഫോർ സ്മോൾ d എവിടെ ഉണ്ടോ അവിടെ 0.5 ക്യാപിറ്റൽ D കൊടുക്കുക, ഡിവൈഡ് ബൈ ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ D അത്രേ ഉള്ള ആൻസർ. കണ്ട. ഓക്കെ, കുറച്ച് സിമ്പിൾ ആണ് തോന്നുന്നല്ലേ? നല്ല സിമ്പിൾ ആണ്, കുറച്ചൊന്നും. പഴയ മോസിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി, ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതിന്റെ മാക്സിമം ടോർക്ക് ഇത് പറഞ്ഞ്, അതായത് ആക്ച്വലി ഇതിലുള്ള എല്ലാ പോർഷനും സിമ്പിൾ ആണ്, പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന ആളും പറയുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തെങ്കിൽ ഒന്നും അല്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി അപ്പൊ ഇത് ഇത്രയും ഉറപ്പായിട്ട് ചോദിക്കണ ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഇനി അടുത്ത മോ സർക്കിൾ ഞാൻ അടുത്ത ക്ലാസ് എടുത്തുതരാം. മോ സർക്കിൾ നീ ഇത്രേ ഉള്ളാന്ന് ചോദിച്ചു, അത്ര രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. പോരെ? അത് ഞാൻ കഴിഞ്ഞ കൊണ്ട് വിചാരിക്കുകയാണ് എന്തൊരു ഇത്രേ ഉള്ളാന്ന് അറിയാല്ലേ? ഇപ്പം പാർട്ടിയൊക്കെ കഴിഞ്ഞ അത്രേ ഉള്ളൂ, തീർന്നു. പാർട്ട് ബിയില് ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല സോൾവ് ചെയ്ത്. പിന്നെ ലാസ്റ്റ് നീ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതും കൂടെ പറഞ്ഞു തരാം. അതിൽ ഞാൻ ഫോർമുലയില്ല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫോർമുലയില്ലേ, അതേ ഒരു ഫോർമുല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, കൂടുതൽ ഞാൻ തന്നെ ബുദ്ധിമുട്ടിക്കണില്ല. ഇതിൽ ഫോർമുലയിൽ കണ്ട 5 ഫോർമുല പെർസെന്റേജ് സേവിങ് വെയിറ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് മൈനസ് വെയിറ്റ് ഓഫ് ഹോളോ ഷാഫ്റ്റ് വെയിറ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൽ വെയിറ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റിന്റെ ഫോർമുല ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി. അതായത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, W റോ ഇൻറ്റു വോളിയം അല്ലേ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. അപ്പം റോ ഇൻറ്റു വോളിയം, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം, ഇൻറ്റു ഡെൻസിറ്റി കൂടെ മൾട്ടിപ്പിൾ. അപ്പൊ 5/4 D² റോ ഇൻറ്റു L. ഇതാണ് വെയിറ്റ് ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ്. ഹോളോ ഷാഫ്റ്റ് അപ്പൊ എന്തിനായിരിക്കും, ഈ D² പകരം ഒരു സ്മോൾ d കൂടെ വരും, ക്യാപിറ്റൽ D² - സ്മോൾ d² കൂടെ ആഡ് ചെയ്യും. കണ്ട, നമ്മളുടെ ഫോർമുല ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഇത് ചെയ്തിട്ട് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പെർസെന്റേജ് വെയിറ്റിംഗ് ഓഫ് സേവിംഗ് ഓഫ് വെയിറ്റ് കിട്ടും ഇൻറ്റു 100 ചെയ്യുമ്പോൾ. ഓക്കെ, അത് ചോദിച്ചെങ്കിൽ ഇതോടെ അല്ല, അവസാനത്തെ ക്വസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. നീ ഇപ്പൊ എന്തിനു ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ സമയം ഉണ്ടെങ്കിൽ ആ 16 ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ ചെയ്തിട്ട് ഉറങ്ങിയാൽ മതി. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. വാട്സാപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടേ. 16 ചെയ്തിട്ട് എനിക്കൊന്ന് അയച്ചു ഫോട്ടോ എടുത്ത്. എന്നിട്ട് നീ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ടോ? കയ്യിലുണ്ട്, അല്ലെങ്കിൽ 5 വേറെ ഒപ്പിക്കാം. അല്ല, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ എടുക്കണ്ട. നീ 16 ചെയ്ത് തറവായിട്ട് ആ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോ നീ അത്ഭുതപ്പെട്ടു, നിനക്ക് 14 മാർക്ക് കിട്ടിയിരിക്കും. ശരി ശരി, ഓക്കെ. അപ്പൊ ചെയ്യാല്ലോ, ഇപ്പൊ ചെയ്യണം. ഇപ്പൊ ചെയ്യാം. അപ്പൊ ചെയ്തിട്ട് എന്നെ വിളിച്ചാ മതി കേട്ടാ. സാറേ പിന്നെ എന്താ പറയാ